വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PR നാഥൻ. പ്രയോജനം എന്ന പദത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. പ്രയോജനമില്ലാത്ത വസ്തുക്കളെ നാം ഇഷ്ടപ്പെടാറുണ്ടോ? ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം എത്രയോ വസ്തുക്കളെ ഉപേക്ഷിക്കാറുണ്ട്. ഇന്ന് നമ്മെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് എന്നത്. അതൊരു ദുരിതമായി മാറിയിരിക്കുന്നു. 100% നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്താൻ കഴിയാറില്ല. ലളിതമായി ആലോചിച്ചാൽ പ്രയോജനമില്ലാത്ത ധാരാളം വിഷയങ്ങൾ ഭൂമുഖത്തുണ്ട്. നാം ഇന്ന് പലതിനെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് പള്ളിക്കൂടത്തിൽ പഠിച്ചേ പറ്റൂ. വിശേഷിച്ച് വാസനകൾ ഒന്നുമില്ലെങ്കിലും ഒരു കാര്യം പഠിക്കാനായി നാം തിരഞ്ഞെടുക്കുന്നു. ഒടുവിൽ പഠിച്ച് പരീക്ഷ പാസ്സായി. ആവശ്യ സമയത്ത് ഉപകരിക്കാത്ത വിദ്യ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഭാഷാവ്യാകരണം നല്ലതുപോലെ അറിയാം. ഈ സാഹചര്യത്തിലാണ് കാല് തെറ്റി പുഴയിൽ വീണത്. നീന്താൻ അറിയാത്തവനെ രക്ഷപ്പെടുത്താൻ വ്യാകരണത്തിന് കഴിയുമോ? അതുകൊണ്ടാണ് നീതിസാരം മാതിരിയുള്ള ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: പ്രയോജനമില്ലാത്ത വിദ്യ കൊണ്ട് എന്തു കാര്യം? പുസ്തകജ്ഞാനം കൊണ്ട് കാര്യമില്ല, മസ്തകജ്ഞാനവും ആവശ്യമാണ്. ഇനി ധനത്തിൻ്റെ കാര്യമെടുക്കാം. ധനമുണ്ടാക്കാനായി ഓടി നടക്കുന്നവരെ നാം ചുറ്റും കാണുന്നു. ജീവിതമെന്നത് ധനസമ്പാദനത്തിലുള്ളതാണെന്ന് പലരും ധരിച്ചിരിക്കുന്നു. ധനമുണ്ടാക്കിയ ശേഷം അത് ബാങ്കിലിട്ടു, അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങി പലിശയ്ക്ക് കൊടുക്കുമ്പോൾ ധനം അന്യൻ്റെ കൈവശം വന്നു ചേരുന്നു. അത്യാവശ്യ സമയത്ത് ഈ ധനം ഉപയോഗപ്പെടുന്നില്ല എന്ന് കരുതുക. ഈ ധനം കൊണ്ട് എന്താണ് കാര്യം? യഥാർത്ഥത്തിൽ ധനം എന്നത് പണം മാത്രമല്ല, ധന്യത ഉണ്ടാക്കുന്നതാണ് ധനം. നമുക്ക് ശാന്തി കിട്ടണം, മനസ്സമാധാനമുണ്ടാകണം. വിശപ്പ് വരുമ്പോൾ ധാന്യം കിട്ടിയേ പറ്റൂ. തൽക്കാലം നമ്മെ ധന്യമാക്കുന്നത് കൊണ്ടാണ് അതിനെ ധാന്യം എന്ന് വിളിക്കുന്നത്. ക്രമേണ ധന്യതയുണ്ടാക്കുന്ന ധനത്തെ മനുഷ്യൻ ആശ്രയിക്കാൻ തുടങ്ങി. പക്ഷേ ആവശ്യത്തിന് ഉപകരിക്കാത്ത ധനം കൊണ്ട് എന്ത് കാര്യം? ജീവിതാവസാനത്തിൽ വെറും കൈയോടെ യാത്ര പോകുമ്പോൾ അതിനായി വിധിക്കപ്പെട്ടവരാണ് നാമെല്ലാം. പ്രയോജനമില്ലാത്ത ധനം ദുഃഖകാരണമാകുന്നു. ഇനി നമുക്ക് ഉപകാരമില്ലാത്ത പുത്രന്മാരെക്കുറിച്ച് ചിന്തിക്കാം. ഉപകാരമുണ്ടാകുമെന്ന് കരുതി ആരും പുത്രന്മാരെ വളർത്താറില്ല. എങ്കിലും പുത്രന്മാർക്ക് അവരുടേതായുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇത് ശ്രവിക്കുന്ന എത്ര പേരുടെ മക്കളുണ്ട്? കൂടെ ജീവിക്കാനുള്ള വഴി തേടി മക്കൾ വിദേശത്തേക്ക് പോകുന്നു. 1-2 വർഷം കഴിയുമ്പോൾ അവർ അച്ഛനമ്മമാരെ കാണാനായി വരുന്നു. മക്കളുടെ മുമ്പിൽ പരാധീനതകൾ വിളമ്പുന്നവരുണ്ട്. ഏതൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടും രോഗം മാറുന്നില്ല. അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും നോക്കി. ഇപ്പോഴും നടുവേദനയാണെന്ന് പിതാവ് ആവർത്തിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വർഷവും ഇതൊക്കെയാണല്ലോ കേട്ടത് എന്ന് മാത്രം മകൻ ചിന്തിക്കുന്നു. നിവൃത്തിയില്ലാതെ മകൻ പറയുന്നു, വയസ്സാകുമ്പോൾ രോഗങ്ങളുണ്ടാകും. മാർക്കറ്റിൽ കിട്ടുന്ന മരുന്നുകൾ കഴിക്കുക എന്നല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? ഇത്രയും കേൾക്കുന്നതോടെ പിതാവിന് ദുഃഖമുണ്ടാകുന്നു എന്നത് സാധാരണ സംഭവം. മകൻ വീണ്ടും വിദേശത്തേക്ക് മടങ്ങുന്നു. മരണശയ്യയിൽ കിടക്കുമ്പോൾ നോക്കാൻ ആരുമില്ല. അവശ്യ സമയത്ത് ഉപയോഗപ്പെടാത്ത വിദ്യ, ധനം, പുത്രൻ എന്നീ കാര്യങ്ങളെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പൂർവികർ ചിന്തിച്ചിരുന്നു. ഈ തത്വങ്ങളെക്കുറിച്ച് മനനം ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം ശ്രോതാക്കൾക്ക് ആശംസകൾ നേരുന്നു. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് PR നാഥൻ.